ഇഷ്ടപ്പെട്ടോ കണ്ണുവിന്? ഹലോ ഗൈസ്, വെൽക്കം ടു vnshinemedia. vnshinemedia ഒരു പുതിയ കിടില എപ്പിസോഡിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നത്തെയും പോലെ തന്നെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് റെസിപ്പി ചെയ്യുന്നത് എൻ്റെ അമ്മ തന്നെയാണ്. ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് കേൾക്കണ്ടേ? ഇന്നത്തെ റെസിപ്പി ഒരു ഹൽവയാണ്. ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡെലിഷ്യസ് ഹൽവയാണ്. കുറച്ച് സമയങ്ങൾ കൊണ്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന, അധികം ചിലവില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണ്. നല്ല ടേസ്റ്റി ഹൽവയാണ്, ഹെൽത്തി ഹൽവയാണ്. ഇതിന് നമ്മൾ മൈദ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തും കൂടി നോക്കണേ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാൻ. ഓക്കെ, നോക്കാം. ഈ ഗ്ലാസ്സിന് 1.5 കപ്പ് കൂവപ്പൊടി, 1 ഗ്ലാസ് പഞ്ചസാര, അത് ആവശ്യത്തിന് നമ്മൾ ഇടുക. ഇത് പൊട്ടിച്ചു വെച്ച് നുറുക്കുകളാക്കിയിട്ടുള്ള അണ്ടിപ്പരിപ്പ്, ഇത് പൊട്ടിക്കാത്ത അണ്ടിപ്പരിപ്പ്, പിന്നെ റെഡ് കളർ എസൻസ്, നെയ്യ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് വേണ്ടത്. പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര കുറേശ്ശെ ആഡ് ചെയ്യാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ട് കട്ട പിടിക്കാതെ ഇളക്കിയതിന് ശേഷം വേണം ഒരു സ്റ്റീൽ പാത്രത്തിലോ മറ്റേതെങ്കിലും പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ എടുത്തു വെച്ച പഞ്ചസാര മുഴുവൻ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. 3 ഗ്ലാസ് വെള്ളവും ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇത് ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിക്കുക. അരിച്ചിട്ടുണ്ട് ഞാൻ. കൂവപ്പൊടി ആയതുകൊണ്ട് എല്ലാവരും അരിക്കുന്നത് നന്നായിരിക്കും. അരിച്ചത് ഞാൻ ഇതിൽ ഇടാൻ വിട്ടുപോയതാണ്. ഇനി നമുക്കിത് അടുപ്പിലോട്ട് വെക്കാം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ചു പോകാൻ സാധ്യതയുണ്ട്. അത് മറക്കരുത്. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ഒരു നുള്ള് മാത്രം. ഉപ്പ് ആഡ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഇനി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറുകി വരട്ടെ. കുറുകി വരുന്നത് വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. ലൈറ്റായിട്ടൊന്നൊരു കൊഴുപ്പ് രീതിയിൽ വരുമ്പോൾ നമുക്ക് കളർ ചേർക്കാം. ഈ സമയത്ത് കളർ ആഡ് ചെയ്യണം. നമുക്ക് കളറ് പാകമാണെന്ന് നോക്കുക. ഈ ഒരു പരുവാകുമ്പോഴാണ്, ഈ പരുവത്തിൽ കളർ ആഡ് ചെയ്യുക. നല്ല റെഡ് കളർ കിട്ടണമെങ്കിൽ കൂടുതൽ കളർ ആഡ് ചെയ്യാം. ഒരു ലൈറ്റ് കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. കളർ അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് ഫുഡ് കളറാണ്. എന്നാലും അണ്ടിപ്പരിപ്പും കളറും നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നു. ഇനി ഇത് നന്നായിട്ട് കുറുകി വരുമ്പോൾ കുറച്ചുകൂടെ നെയ്യ് ആഡ് ചെയ്യണം. നെയ്യ് ആഡ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇനി ഇതാ കുറുകി വരുന്നു, കാണുന്നില്ലേ? നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇപ്പം നട്ട്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ.
നെയ്യ് ആഡ് ചെയ്യാണ്. ഇതിലേക്ക് നമ്മൾ നെയ്യ് ആഡ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഇനി നേരിയ തീയിൽ വേണം നമ്മളിത് നെയ്യ് ഒഴിച്ചതിന് ശേഷം ഇളക്കി കൊടുക്കാൻ. ഇതുപോലെ വിട്ട് വരുന്ന രീതിയിൽ വേണം, വിട്ട് വരുന്ന രീതിയിൽ കൺസിസ്റ്റൻസിയിൽ ആയി തീർന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പം നമ്മുടെ ഹൽവ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. നമ്മൾ അണ്ടിപ്പരിപ്പ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ വെക്കുകയാണ്. ഇതിലേക്കാണ് ആ ഹൽവ മിക്സ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഈ അണ്ടിപ്പരിപ്പ് ഒരു ടോപ്പിംഗ് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം, ആ പാത്രത്തിൻ്റെ അതേ ഷേപ്പിൽ. നമ്മൾ അടുപ്പത്തുനിന്ന് ഇതെടുത്തിട്ടുണ്ട്. ഈ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. ഒരു വാഴയില എടുത്തിട്ട് അതിൽ ഞാൻ കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇത് കമത്തി വയ്ക്കാൻ പോവാണ്. ഇനി ഒന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് ഇരിക്കട്ടെ. അത് കഴിഞ്ഞാൽ ഇത് ഉറച്ച് സെറ്റായി കിട്ടും. നമുക്കിത് തുറന്ന് നോക്കാം. 20 മിനിറ്റ് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള നമ്മളുടെ ഹൽവ തയ്യാറായിട്ടുണ്ട്. ഞാനിതേപോലെ വേറൊരു പാത്രത്തിൽ വെച്ച് നോക്കിയേ. ബാക്കിയുള്ള ഇതാ നമുക്ക് ഏത് പാത്രത്തിൻ്റെ മോഡൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇതാ നല്ല സോഫ്റ്റ് ഹൽവയാണേ. നമുക്ക് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പോഴേ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും അത്രയും സോഫ്റ്റാണ്, ഫിനിഷിങ്ങുമാണ്. ഇതാ നമ്മൾ കട്ട് ചെയ്തത് അത്രയും നല്ല ഇതായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക, അത്രയും ടേസ്റ്റിയാണ്. ചെയ്തു ഇത് നിങ്ങളെല്ലാവരും എന്തായാലും ചെയ്തു നോക്കണം. ഇത് ഹെൽത്തി ഫുഡ് കൂടിയാണ്. മൈദയല്ല യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ കൂവപ്പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഹെൽത്തി ഫുഡ് കൂടെയാണ്. ഓക്കെ, താങ്ക് യു. കണ്ണാ, ഇത് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പറാ? കഴിച്ചോ? ചക്കന നല്ല ഇഷ്ടപ്പെട്ടു തോന്നുന്നു കേട്ടോ. എന്താ കാണിക്കണേ? പീസ് വെച്ചാണ് അമ്പു. ഇത്ര വലിയ പീസൊക്കെ നീ കഴിക്കടാ. കയ്യിലെടുക്ക്, വീണ് പോയില്ലെങ്കിൽ. എന്താ ചാടി പോണം? ഇത്ര ഇഷ്ടായോ?
ഇഷ്ടപ്പെട്ടോ കണ്ണൂന്? ഹായ് ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എടാ നിനക്ക് എന്താ പറയണ്ടോ? എന്നാ പറഞ്ഞോ. എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇതൊരു ടേസ്റ്റ് ഹൽവ കേട്ടോ. സൂപ്പർ അല്ലായിരുന്നോ? ഇഷ്ടപ്പെട്ടോ കണ്ണൂര്? അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഇത് ഷുവറാണ്. ഇയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരുടേക്കും ഷെയർ ചെയ്യുക ഈ വീഡിയോ. എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടെ, എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. അല്ലേ? സൂപ്പർ അല്ലേ? ആ, അപ്പൊ ടാറ്റാ.